Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണ് നമുക്കറിയാം. എന്നാലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം ഞാൻ ലോക്ക്ഡൌണിന് മുമ്പ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് വെച്ചിരുന്ന വാഹനങ്ങളാണ്. അതാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊടുക്കുന്നത്. അല്ല നമ്മൾ ലോക്ക്ഡൌണിന് പുറത്തിറങ്ങി പോയി ഷൂട്ട് ചെയ്യണമല്ല, അത് എടുത്ത് പറഞ്ഞേക്കണം. കാരണം ലോക്ക്ഡൌണിന് പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാഹനമൊക്കെ സീസ് ചെയ്ത് പോകുന്നൊക്കെ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. സീസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ലോക്ക്ഡൌണിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഫ്രണ്ടിലേക്ക് തിരിച്ച് ഈ വാഹനങ്ങൾ തിരിച്ചു തരണം. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ അത് മാത്രമല്ല, കൊറോണ കേസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം 43,000 പോസിറ്റീവ് കേസാണ് ഒരു ദിവസം കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. അതിനകത്ത് മരണ റേറ്റും കൂടിക്കൊണ്ടിരിക്കുക. 96 ആൾക്കാരെന്തോ മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ട് തന്നെ ഇരിക്കുക. വാഹനങ്ങളും എന്താ പറയുക കച്ചവടം കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്കൊന്ന് പോസ് വെച്ചേക്കാം. കാരണം നമുക്ക് പൈസ ഉണ്ടാകാനേക്കാളും വലുത് ആരോഗ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ടൊയോട്ട ഓൾട്ടിസ്. അപ്പോൾ ഓൾട്ടിസ് ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. കാരണം അതിൻ്റെ ആ ഒരു ലക്ഷറി ഫീലിംഗ്, ആ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ലക്ഷൂറിയസ് ഫീലാണ് ആ വാഹനം നമുക്ക് തരുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇന്നോവയിലൊക്കെ കാണുന്ന ആ എഞ്ചിൻ ക്വാളിറ്റി, ആ സെയിം എഞ്ചിൻ ക്വാളിറ്റി നമുക്ക് ഓൾട്ടിസിലും കിട്ടും. ഓൾട്ടിസ് ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാലും വാഹനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഞ്ചിൻ ഭാഗം നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന വാഹനം തന്നെയാണ് ഓൾട്ടിസ്. അപ്പോൾ ഈ ഒരു ഓൾട്ടിസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇത് 2008 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. 2008 മോഡൽ കേരള രജിസ്ട്രേഷൻ തന്നെയാണ്. കാരണം ഓൾട്ടിസ് പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് റീ ആണെന്ന് ചോദിക്കും. റീ വാഹനമല്ല, കേരള രജിസ്റ്റേർഡ് വാഹനം തന്നെയാണ്. 2008 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ഒന്ന് കണ്ടേക്കണം. പോയിട്ട് വരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊയോട്ടയുടെ ഓൾട്ടിസ്. അപ്പോൾ ഓൾട്ടിസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡോട് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്ത് വൃത്തിയോട് കൂടിയാണ് ഈ വാഹനം ഇരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ വാഹനം ഒരു എന്താ പറയുക പ്രൊഫഷണൽ വാഹനം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻഡ്, മാത്രമല്ല നല്ല പവർ തരുന്ന വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മളൊന്ന് പോകാൻ പോകുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇതിൻ്റെ ടയർ തന്നെ ഫസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അറൗണ്ട് ഒരു എന്താ പറയുക ഒരു 60%, 70% ടയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 60% എന്ന് പറയാൻ പറ്റില്ല, ഒരു 50% ജസ്റ്റ് മോഡൽ. പിന്നെ കമ്പനി അലോയ് വീൽസ് നമുക്കിവിടെ കാണാം. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ടൊയോട്ടയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു 50-55% ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് നിൽക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലൊക്കെ വളരെ പ്രോമിനൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ ബീഡിങ്സ് വരുന്നുണ്ട്. കൂടാതെ റിയർ ഭാഗത്തെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഗ്രിപ്പ് നമുക്ക് പറയാം, ഒരു 60-70% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. റിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ എന്താ പറയുക ബൂട്ട് സ്പേസിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊറോള ഓൾട്ടിസ്, അതേപോലെ തന്നെ ഇവിടെ 1.8G എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൂടി കാണാം. ഇൻറ്റീരിയേഴ്സ് നോക്കിയേക്കാം. ഡോർ പാഡിൽ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. അതുകൂടാതെ പവർ വിൻഡോസിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റൊക്കെ വളരെ ലക്ഷൂറിയസ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന സീറ്റ്, നല്ല വിശദമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക വിടർന്നിരിക്കുന്ന സീറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങൾ വരുന്നുണ്ട്. മിഡിൽ കൺസോൾ ശ്രദ്ധിക്കാം. അതുകൂടാതെ ഓഡോമീറ്ററും കാര്യങ്ങളും കിലോമീറ്ററൊക്കെ തന്നെ കാണിച്ചു തന്നേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ പറയാൻ വിട്ടുപോയി, ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള ഓൾട്ടിസ് ആണ്. മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഗിയർ നോബ് കാണാം. വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് എത്രയായി എന്നുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. 77,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഓടിയേക്കണം. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്താണ് നമുക്ക് 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കാണാം. കൂടാതെ മിഡിൽ നമുക്ക് ആംറസ്റ്റും കൂടി വരുന്നുണ്ട്. അത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. റൂഫ് നോക്കാം. റൂഫൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു.
പാസഞ്ചർ സൈഡിൽ നിന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡോർ പാഡ് കാണാം. ലാവിഷ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ മിഡിൽ നമുക്ക് ആംറസ്റ്റ് കിട്ടുന്നുണ്ട്, ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ വളരെ കുഷൻ തരുന്ന സീറ്റ്സ് കാണാം. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പാർസൽ ട്രേ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂഫും വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ എഞ്ചിൻ ഭാഗം അതേപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഓൾട്ടീസിൻ്റെ എഞ്ചിൻ ഭാഗം. ഇപ്പോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു വരേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. വളരെ പവർഫുൾ പെർഫോമൻസ് തരുന്ന വാഹനം തന്നെയാണ് ഈ ഒരു ഓൾട്ടീസ്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും കാര്യങ്ങളൊക്കെ ഞാൻ സ്ലോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വിശദമായിട്ട് തന്നെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും ചെക്ക് ചെയ്യണം. ബൂട്ട് സ്പേസ് ഇതൊരു സെഡാൻ സെഡാൻ മോഡലായതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ബൂട്ടും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ എന്തായാലും കാണും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. അതുകൂടാതെ കാണാം വളരെ ഭംഗിയോട് തന്നെ ഇരിക്കുന്നുണ്ട്. താഴത്തെ ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അതിൻ്റെ നീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ടയേഴ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ടയേഴ്സ് വരെ അലോയ് വീൽസാണ്. നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. 60-70% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഒരു പാച്ചോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ലിഡിൻ്റെ വ്യൂ കൂടി തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൊയോട്ട ഓൾട്ടീസ് കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? നല്ല നീറ്റ് ക്ലീൻ പീസ് വണ്ടി തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും സംസാരിച്ചേക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ വാഹനങ്ങൾ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓളെന്ന് ആ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് പയ്യെ സംസാരിക്കാൻ പറയുന്നുണ്ട്. പയ്യെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ടോൺ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംസാരിക്കണം, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് പറഞ്ഞേക്കാം. അതിനൊക്കെ മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വാഹന സംബന്ധമായിട്ട് എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. ഈ വാഹനത്തിൻ്റെ റേറ്റ് 3,45,000 രൂപയാണ്. 3.45 lakhs. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഹോം ഡെലിവറിയും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല. കാരണം നിങ്ങൾക്ക് അറിയാം സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ മോശമാണ്. അപ്പോൾ അതിനുശേഷം സിറ്റുവേഷൻ ഓക്കെ ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ലോൺ ഫെസിലിറ്റി ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, അതും കൂടി നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.